ഹലോ നമസ്കാരം. എല്ലായിടത്തും മഴയുണ്ടോ? അല്ല, മഴയാട്ടോ. ഇവിടെ പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. ഇത്രയും നേരം നിർത്താതെ പെയ്യുവാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും. കണ്ടോ, മുറ്റമൊക്കെ കിടക്കുന്നത് കണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഈ സൺഷെയ്ഡിൽ നിന്ന് മാറ്റി മഴവെള്ളം കുറച്ച് വീഴട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ ബോഗൺ വില്ലാസൊക്കെ വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ 2-3 മാസം മുമ്പ് പ്രൂൺ ചെയ്തിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇലകളൊക്കെ വന്നാൽ നല്ല ബുഷിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്നുകൂടെ പ്രൂൺ ചെയ്യണം. നമ്മുടെ പൂക്കുന്ന ആ സീസണ് മുമ്പ് ഒന്നുകൂടെ പ്രൂൺ ചെയ്യണം. അതുപോലെ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പൂവ് പൊഴിയുന്നേ ഇല്ല കേട്ടോ. റെഡിൽ പൂവ് വന്നിട്ട് 1 മന്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ വഴിയിൽ ഇറങ്ങിയാൽ കംപ്ലീറ്റ് ഇലയാണ്. നമ്മളിത് അടിച്ച് വാരിയിട്ട് ഒരു കാര്യമില്ല. അടിച്ച് വാരാനും പറ്റത്തില്ല ഈ മഴയത്ത്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വേഗം ഇറങ്ങി വന്ന കുടയൊക്കെ ചൂടി എൻ്റെ ചെടിച്ചട്ടികളിലും ഒക്കെ കുറേ വെള്ളമുണ്ട് കേട്ടോ. പറ്റുന്നതൊക്കെ ഒന്ന് കമത്തിക്കളയാം. അല്ലെങ്കിൽ എല്ലാം ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ എല്ലാത്തിലും ഒന്നുകൂടെ ഹോളൊക്കെ അടഞ്ഞൊന്ന് നോക്കണം. അപ്പോൾ പറമ്പിലൊക്കെ നല്ല കാട് പിടിച്ച് മൊത്തത്തിൽ ഒരു പച്ചപ്പുണ്ട്. പക്ഷെ കാടാന്ന് മാത്രം. ചെടികളൊന്നും കാണാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങിയാൽ കണ്ടോ, എൻ്റെ ചെണ്ടുമല്ലിയൊക്കെ എല്ലാത്തിൻ്റെയും ഞാൻ കമ്പൊടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒടിച്ചിടത്തുനിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നന്നായിട്ട് ബുഷിയാകുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം പിടിച്ചു കേട്ടോ. കമ്പൊടിച്ചിടത്തുനിന്ന് എല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഒടിച്ച് നട്ടതും പിടിച്ചു കേട്ടോ. നല്ല പച്ചപ്പാണ്. ഇങ്ങനെ ഈ മഴ പെയ്ത് കഴിഞ്ഞ് ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഡുരാന്ത പ്ലാന്റ് ഉണ്ടോ, ഒരു ഈവനിങ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണേ. പിന്നെ യൂജീനിയയിലൊക്കെ പൂവായിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പിടിച്ച് ബുഷിയായി വരുന്നുണ്ട്. അപ്പോൾ നിറയെ ബുഷിയായിട്ട് ഇതുമൊക്കെ ആയിട്ട് മാച്ചായി പോകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓറഞ്ച് ചെമ്പരത്തി ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹൈബ്രിഡ് ടൈപ്പാണ്, പെട്ടെന്ന് ഫ്ലവർ ഇടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണേ. ബൈ ബൈ.